അതുപോലെ തന്നെ ഞാൻ കണ്ട ഒരു ഫീച്ചറും കൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു. ഒരു ഫീച്ചറല്ല, എന്നാലും നിങ്ങൾക്ക് ഈ ഫയർ വാൾ ഇതൊക്കെ പറഞ്ഞാലും ചിലർക്കെങ്കിലും ചെറിയ സംശയം കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 4 സിലിണ്ടർ എഞ്ചിൻ്റെ അത്രയും സ്മൂത്ത് ആണോ അകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോക്കകത്ത് ഇതിൻ്റെ പ്രൈസുകളെല്ലാം ഇപ്പം ഈ പറയുന്ന പോലെ ഒരു 1.3 ലിറ്ററിൻ്റെ ആണെങ്കിലും 1 ലിറ്ററിൻ്റെ ആണെങ്കിലും പ്രൈസസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്യാമറയുടെ ആംഗിൾ മൂവ് ചെയ്യുന്ന കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഗൈഡ് ലൈൻസ് മാത്രമാണ് മൂവ് ചെയ്യുന്നത് കാണുന്നത്. ഡസ്റ്റർ എന്ന് പറയുന്ന ഒരു വാഹനം പലരുടെയും സ്വപ്നം തന്നെയാണ്. എന്നാൽ ഡസ്റ്ററിൻ്റെ പ്രൈസ് കേൾക്കുന്ന സമയത്താണ് പലരും ഒന്ന് പുറകോട്ട് മാറാൻ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഉള്ള 1 ലിറ്റർ എഞ്ചിൻ വരുന്ന നമ്മുടെ സെയിം ഡസ്റ്റർ തന്നെയാണ്. അതായത് കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തി ഈ ഒരു വാഹനം എക്സ്ഷോറൂം പ്രൈസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഒതൻറ്റിക് എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 12,70,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നൊരു വാഹനമാണ്. ഇത് ടെക്നോ എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഒതൻറ്റിക് എവല്യൂഷൻ ടെക്നോ ആണ് എൻ്റെ കൂട്ടത്തിലുള്ള. ടെക്നോ വരുന്ന സമയത്ത് 16,25,000 രൂപയ്ക്ക് ഓൺ റോഡിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഉള്ളൊരു വേരിയൻ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് കാണുക. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വിശേഷങ്ങൾ നമുക്കൊന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ലുക്ക് നോക്കുമ്പോഴത്തേക്ക് 1.3 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമായിട്ട് ഒരു രീതിക്കുള്ള വ്യത്യാസമില്ല. ഫ്രണ്ട് നോക്കുമ്പോൾ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാം സെയിമാണ്. കാരണം അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ലെറ്ററിങ്ങിനകത്തൊക്കെയുള്ള കളേഴ്സിന് ചെറിയ രീതിക്കൊരു വ്യത്യാസം വരുന്നുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാം സെയിമാണ്. നമുക്ക് DRL വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന മോഡലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ LED ഹെഡ്ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. അതും റിഫ്ലക്റ്റേഴ്സ് വരുന്ന ടൈപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. തൊട്ട് താഴെ ഒരു എയർ സ്കൂപ്പ് കാണാൻ സാധിക്കും. ഒരു ആക്റ്റീവാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് LED ഫോഗ് ലാംപ്സ് ആണ് കിട്ടുന്നത്. കാണാൻ നല്ല ലുക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണെന്ന് തോന്നിക്കുന്ന രീതിക്ക് ഡെമ്മി മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ അവൈലബിൾ അല്ല. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡസ്റ്ററിൻ്റെ വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും 1.3 ലിറ്ററിൻ്റെ ഈ സൈഡിലോട്ടൊക്കെ നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ടോട്ടൽ 6 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്കത് അവൈലബിൾ അല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് കയറി ഒന്ന് കണ്ടുകൊണ്ട് നോക്കുക. അപ്പോൾ ഫ്രണ്ട് കൊണ്ട് നമുക്ക് ഈ പറയത്തൊക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഡിസൈൻ വൈസ് ആണെങ്കിലും സെയിം ഡിസൈനാണ്. ഡസ്റ്റർ എന്നുള്ളൊരു വലിയൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. 360 ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ ക്യാമറ മിസ്സിംഗ് ആണ്. ഡെമ്മി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് കൊണ്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഒരു വാഹനവും മറ്റേ വാഹനം കൂടെ അടുത്തടുത്ത് ഇട്ട് കമ്പയർ ചെയ്താലല്ലാതെ ഇത് ഒറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 ലിറ്റർ ആണോ 1.3 ലിറ്റർ ആണെന്ന് അറിയാൻ സാധിക്കത്തില്ല. ഇനി സൈഡിലോട്ട് വരാം. സൈഡിൽ വരുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിക്കുള്ളൊരു മാറ്റം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം ഈ ഒരു അലോയ് വീലിൻ്റെ ഡിസൈനാണ്. ഓഷൻ അലോയ് വീൽ, അതായത് ഒരു ഗൺ മെറ്റൽ ടൈപ്പ് കളറിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ സൈസ് വരുന്ന 225/60/17 ആണ് നമുക്കിവിടെ ടയർ സൈസ് വരുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു 1 ലിറ്റർ ആണെന്നുള്ളത്. കാരണം 1.3 വരുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന 18 ഇഞ്ചിൻ്റെ അലോയ് വീലാണ്. അതുപോലെ തന്നെ ഈ ക്ലാഡിങ്സ് എല്ലാം ഇതിലെ നേരെ കയറി ഇങ്ങനെ വന്ന് അങ്ങറ്റം വരെ പോവുകയാണ്. ഈ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ബ്ലാക്ക് രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് കളർ ചേഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു 1 ലിറ്റർ എഞ്ചിനാണെന്നുള്ളത്. അതുപോലെ തന്നെ റെനോയുടെ ലോഗോ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് ഇൻഡെപ്തായിട്ട് നോക്കുന്ന ഒരാൾക്കല്ലാതെ സാധാരണ ഒരു വ്യക്തിക്ക് ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല ഇത് ഏത് എഞ്ചിൻ ഓപ്ഷൻ ആണെന്നുള്ളത്. അതുപോലെ തന്നെ മിറേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ മിസ്സിംഗ് ആണ്. പക്ഷേ ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഡീഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൊടുത്തുള്ള രീതിക്കാണ് വിടുന്നത്. ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഫോൾഡബിളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളാണ് കിട്ടുന്നത്. റിക്വസ്റ്റ് സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. പ്രോക്സിമിറ്റി സെൻസർ വരുന്നുള്ളതുകൊണ്ട് തന്നെ കീ നമ്മൾ ദൂരോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ലോക്ക് ആൻഡ് അൺലോക്ക് ആവുന്നതാണ്. ആക്റ്റീവ് റൂഫ് റെയിൽസ് ആണ് കിട്ടുന്നത്. 50 കിലോ വരെ ക്യാരിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. ബോക്സൊക്കെ വെച്ച് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് ഇനി അടിപൊളിയായിട്ട് നടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എല്ലാം സ്റ്റിക്കേഴ്സാണ് വരുന്നത്. മാറ്റ് സ്റ്റിക്കേഴ്സാണ് പില്ലേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. C പില്ലറിൻ്റെ അവിടെയാണ് ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇതിലൊന്നും ഒരു രീതിക്കുള്ള മാറ്റവും ഇല്ല. നേരത്തെ കണ്ട ഡസ്റ്ററിന് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു ബാക്കിലത്തെ ഗ്ലാസ് നേരെ ഇങ്ങനെ കയറി ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്സിലോട്ടാണ് വരുന്നത്. കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിലൊന്നും ഒരു രീതിക്കുള്ള വ്യത്യാസം ഇല്ലാത്തതാണ് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഫ്യൂൽ ലിഡ് അൺലോക്ക് ആണെങ്കിൽ മാത്രം തുറക്കത്തുള്ളൂ, അല്ലാത്ത പക്ഷം തുറക്കില്ല, ലോക്ക്ഡ് ആയിരിക്കും. ഇതിപ്പം നമുക്ക് E20 ആണ് വരുന്നത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇനി E85 വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റേ ട്യൂൺ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇനി നമ്മുടെ മെയിൻ കാര്യം നമ്മുടെ ബാക്കിലത്തെ പോർഷനിലോട്ട് വരികയാണെങ്കിൽ ബാക്കിലത്തെ പോർഷനിലെ മെയിൻ കാര്യം ലൈറ്റിൻ്റെ ഏരിയ തന്നെയാണ്. പക്ഷേ ഒരു രീതിക്കുള്ള മാറ്റവും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു മാറ്റം എടുത്തു പറയാനാണെങ്കിൽ ഇവിടെ നമുക്കൊരു ടെർബോ എന്ന് പറഞ്ഞുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്.
നേരത്തെ കണ്ടതിൽ ടെർബോ 160 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ അതില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡസ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെനോയുടെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് അല്ല വരുന്നത്, ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം വരുന്നത് LED ആണ്. റിവേഴ്സ് വരുന്ന LED ആണ്, ബ്രേക്ക് വരുന്ന LED ആണ്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന LED ആണ്. മൊത്തം LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിടുവാണ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ എല്ലാ LED ആണ് കിട്ടുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ അഡാസ് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ കാര്യം. വൈപ്പർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡീഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പോയിലർ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ്, വാഷർ സ്പ്രേ, ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബൂട്ടിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ലൈസൻസ് ലാമ്പ് വരുന്ന LED ആണ്. ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് കമ്പനി 700 ലിറ്റർ പറയുന്നുണ്ടെങ്കിലും 700 ഇങ്ങനെ ടോപ്പ് വരെയാണ്. അവിടം വരെ ആരും അങ്ങനെ സാധനം വെക്കത്തില്ല. 518 ലിറ്ററാണ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ളത്. അതായത് ഈ ഒരു സ്പേസ് വരെ 518 ആണ്. ഏതായാലും അത്യാവശ്യം നല്ല ഏരിയ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ലഗേജസും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. ഇത് LED ആക്കായിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലിപ്പ് യൂണിറ്റ് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ റെനോയുടെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ആക്സസറീസ് എല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഹുക്കാണ്. നമുക്ക് ലൈറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരുപാട് ആക്സസറീസ് ഉണ്ട്, അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ കൊടുത്തിരിക്കുന്ന സ്പെയർ വീൽ ഇല്ല. ടയർ പ്രഷർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പഞ്ചർ കിറ്റും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ പലരും ചോദിക്കുമായിരിക്കും, ഈ സ്പെയർ വീൽ കൊടുത്താലും ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ സ്പെയർ വീൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ എവിടെയെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ടയർ പഞ്ചറായി കഴിയുമ്പോഴോ ടയർ പൊട്ടി കീറുകയോ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ലതെന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ഇട്ടേക്കുക. അതുപോലെ തന്നെ നമുക്ക് ടൂൾ കിറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ജാക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. ജാക്കിന് മാത്രം സെപ്പറേറ്റ് ഒരു അറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചിവൻ അടച്ചു വെക്കാനും സാധിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാം ഈ ഒരു ഒറ്റ സ്വിച്ചിലാണ്. ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോകും. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അവിടെ സ്റ്റോപ്പ് ആകും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മേളിലോട്ട് പോകും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രസ് ചെയ്തു, ഹോൾഡ് ചെയ്യാണ്. ഹോൾഡായി. ഇനി ഈ ഒരു പൊസിഷൻ വരെ ഇത് ഓപ്പൺ ആകത്തുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കണം, ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. അറിയാൻ മേലാത്തവർക്കാണ്, നേരത്തെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കുറച്ചിട്ടൊന്ന് ഫോർവേഡ് ചെയ്ത് പോയിക്കോളൂ. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്തു. ഈ ഒരു പൊസിഷൻ വരെ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇനി മേളിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് തന്നെ മേളിലോട്ടാക്കാൻ സാധിക്കും. അതിനുശേഷം ഇത് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പം കേട്ട ബീപ്പ് സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ റെക്കോർഡായെന്നാണ്. അതായത് ആ ഒരു ലെവൽ അത് സെറ്റായി എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ ഇത് ക്ലോസ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തു. ഇപ്പം ഫുൾ ഏറ്റവും ടോപ്പ് വരെ അത് ഓപ്പൺ ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്ക്. കാരണം അവർക്കും കാര്യം മനസ്സിലാവും. ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതിന് മാനുവലായിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് മാനുവലായിട്ടും അടയ്ക്കാൻ പറ്റും. ഇത് കണ്ടോ, നമുക്ക് ഏതെങ്കിലും ഒരു രീതിക്ക് പ്രശ്നം വന്നാൽ മാത്രം മാനുവലായിട്ട് നമുക്ക് പതുക്കെ ഒരുപാട് ഫോഴ്സ് കൊടുക്കല് അടയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടയുന്നതായിരിക്കും. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഇനി വാഹനത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഈ കൊടുത്തിരിക്കുന്നതിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കളർ തീം തന്നെയാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ഒരു പാഡഡ് മെറ്റീരിയൽ തന്നെയാണ് കിട്ടുന്നത്. അതായത് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗം തൊട്ട് നമുക്ക് നോക്കുക എന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഒരു സോഫ്റ്റ് ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രിൻറ്റഡ് ടൈപ്പ് ടെക്സ്റ്റേർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻസിലൊക്കെ ഇവിടെ ആംബിയൻ ലൈറ്റ് നമുക്ക് മിസ്സിംഗ് ആണ്. നേരത്തെ ഇതിലൊക്കെ ആംബിയൻ ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ആംബിയൻ ലൈറ്റ് ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് വരുന്നത്. വിൻഡോസ് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് മിറർ, ലെഫ്റ്റ് മിറർ, ഏത് മിറർ സെറ്റ് ചെയ്യണം എന്നുള്ള മിറർ ഫോൾഡ് ചെയ്യണമെങ്കിൽ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോൾഡ് ചെയ്തു. ഇനി ഒന്നുകൂടെ ഞാൻ അൺഫോൾഡ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കാണാൻ സാധിക്കും എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് വലിയ കാര്യമായിട്ട് പറയാനില്ല, എന്നാലും ഈ സൈഡിലോട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ വെക്കാം എന്നേ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെരിച്ചിങ്ങനെ വെക്കാനുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഈ AC വെൻറ്റിൻ്റെ ടെക്സ്ചേഴ്സ് എല്ലാം കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രിൻറ്റഡ് ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും കൊള്ളാം, അടിപൊളിയാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ നമ്മുടെ
ഇക്കോ എന്ന് പറയുന്നൊരു മോഡും കൂടെ വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇക്കോ ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഇതൊരു ഡെമ്മി സ്വിച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതും ഡെമ്മിയാണ്. ഇത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ക്ലസ്റ്റർ മീറ്റർ അഥവാ ഡ്രൈവർ സൈഡിൽ വരുന്ന ഡിസ്പ്ലേക്ക് നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതായത് 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന 10.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ടെക്നോ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് 1 ലിറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ്. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു 7 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്റർ മാത്രമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് വ്യത്യാസമൊന്നുമില്ല, 10.1 ഇഞ്ച് തന്നെയാണ്. സീറ്റ് തൊട്ട് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാനാണെങ്കിൽ ഇവിടെ മാനുവലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. ഫാബ്രിക് മെറ്റീരിയലാണ് സീറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ കളേഴ്സും ഈ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്ന രീതി കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. കാരണം ഫാബ്രിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രീത്തബിൾ ആണ്. നമുക്ക് ഇരിക്കുമ്പോഴും നല്ല കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ മിസ്സിംഗ് ആണ്. ഇനി അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് കാണാൻ സാധിക്കും. ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചധികം മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും കാണുമ്പോഴത്തേക്ക് കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഇതിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിലും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് അത് കാണുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. വെഹിക്കിൾ സെറ്റിങ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കോപ്പിറ്റിനകത്തുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനും, നേരത്തെ ആംബിയൻ ലൈറ്റിൻ്റെ ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് ആംബിയൻ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഔട്ട് സൈഡിൽ നിന്ന് ആക്സസ്, ഹാൻഡ് ഫ്രീ, സൈലൻറ്റ് മോഡ്. അപ്പോൾ അങ്ങനെ ഡ്രൈവർ അസിസ്റ്റൻസ്. ഇപ്പോൾ ഡ്രൈവർ അസിസ്റ്റൻസ് ഇതിനകത്ത് നമുക്കൊന്നും കിട്ടാനില്ല. കാരണം നമുക്ക് അഡാസ് ഫീച്ചർ ഒന്നുമില്ല. ട്രാക്ഷൻ കൺട്രോളിൻ്റെ മാത്രം വരുന്നുള്ളൂ. പിന്നെ പാർക്കിങ്ങിൻ്റെ സൗണ്ട്, അതായത് എത്രത്തോളം സൗണ്ട് വേണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. വെഹിക്കിൾ ഡൈനാമിക് ചേസസ്, നമുക്കിപ്പം വാഹനം ഓടിക്കുന്ന സമയത്ത് ഓടുന്ന ഡയറക്ഷൻ, അതായത് നോർത്ത് നമ്മുടെ കോമ്പസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗിൾസും നമുക്കിവിടെ കാണാൻ സാധിക്കും. സെറ്റിങ്സ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആൻഡ്രോയിഡിനകത്ത് നമ്മൾ ഏകദേശം കയറി സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർ മെനു, വെഹിക്കിൾ, അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏതായാലും കുറച്ചേറെ നേരം ഇരുന്ന് കഴിഞ്ഞ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാൻ സാധിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുള്ള സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ AC കൺട്രോൾസ് എല്ലാം വരുന്നത് എൻ്റെ ഇവിടെ തൊട്ട് താഴെയാണ്. നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക എല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നത് ഇവിടെയാണ്. കാരണം AC കംപ്ലീറ്റ് ഡിസ്പ്ലേ വരുന്ന ഈ ഒരു പോർഷനിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു രീതിക്കുള്ള മാറ്റം, ഇവിടെ AC ഓൺ ഓഫ് ചെയ്യാം, സിങ്ക്രണൈസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ നമുക്കൊരു ഡ്യുവൽ സോൺ AC ആണ് കിട്ടുന്നത്. ഡ്രൈവർ സൈഡിന് ഒരു സോണും കോ ഡ്രൈവർ സൈഡിന് വേറൊരു സോണും. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് ആക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ സിങ്ക്രണൈസ് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രൈവർ സൈഡിൽ എനിക്ക് 23 ഡിഗ്രി സെൽഷ്യസും കോ ഡ്രൈവർ സൈഡിൽ എനിക്ക് ലോയും ഇടാൻ സാധിക്കുന്നുണ്ട്. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ് കിട്ടുന്നത്. ഈ പറയുന്നൊരു ഡ്യുവൽ സോൺ നമുക്ക് കിട്ടുന്ന വലിയൊരു കാര്യമാണ്. ടെക്നോ എന്ന് പറയുന്ന വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് ഓട്ടോ AC വന്നു തുടങ്ങുന്നത്. ഏതായാലും ഇതൊരു നല്ലൊരു ഫീച്ചറാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ താഴോട്ട് വന്ന ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്, ഫാനിൻ്റെ ബ്ലോവർ സ്പീഡിൻ്റെ സ്വിച്ച്, ഒറ്റ ബ്ലോവറേ വരുന്നുള്ളൂ. ബ്ലോവർ സ്പീഡിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാക്സ് കൂൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാൻ വേണ്ടിയുള്ള ഫീച്ചറാണ്. ഡീഫോഗർ വരുന്നുണ്ട്, ഓട്ടോ സ്വിച്ച് വരുന്നുണ്ട്, ഇൻസൈഡ് സർക്കുലേഷൻ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. AC മാക്സ് കൂളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊസിഷൻ, നമ്മുടെ എയർ ഫ്ലോയുടെ പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചറിൻ്റെ സെറ്റിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്ക് സ്വിച്ചും നമ്മുടെ ഹസാർഡ് സ്വിച്ചും നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് ഏരിയ കാണാൻ സാധിക്കും. തൊട്ട് താഴോട്ട് വരുമ്പോൾ 2 C ടൈപ്പ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. 12 വോൾട്ട് എടുക്കത്തക്ക രീതിയിൽ ഒരു പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പാഡ് കാണാൻ സാധിക്കും. അതിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. നല്ല കാര്യമാണ്. ഒരു 1 ലിറ്റർ എഞ്ചിന് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രം കിട്ടുന്നുള്ളൂ. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഇനി തൊട്ട് താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കാണാൻ സാധിക്കും. പക്ഷേ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ ഐഡിയ ഇല്ല. കീ വെക്കാനായിരുന്നുണ്ടെങ്കിൽ കീ നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെരിച്ച് വെക്കാനുള്ള ഓപ്ഷനുള്ളൂ. വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. അത് കഴിഞ്ഞാൽ കീ വെക്കാൻ ഇങ്ങനെ പറ്റുമോ? ഇതും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കീ ഇതിന് വേണ്ടിയിട്ടല്ലെന്ന് തോന്നുന്നു കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ വേണമെങ്കിൽ കീ വയ്ക്കാം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ 2 കപ്സ് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ആംറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് കിട്ടുന്നത്. ഈ മെറ്റീരിയൽ കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഫാബ്രിക് മെറ്റീരിയലാണ് കിട്ടുന്നത്. അത്രയും സോഫ്റ്റ് അല്ല, എന്നാൽ അത്യാവശ്യം ഹാർഡ് ഒരു ഫീൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ ഡിസൈനും ബോൾസ്റ്റേഴ്സും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന റിയർ വ്യൂ മിററാണ് കിട്ടുന്നത്. മേളിലോട്ട് നോക്കാനാണെങ്കിൽ ടച്ച് ഫീച്ചർ സ്വിച്ചുകളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പനോരമിക് സൺറൂഫ് കിട്ടുന്നത് അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. 2 സ്വിച്ചസ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫുള്ള് ഗ്ലാസ് ഉൾപ്പെടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി, ഇത് നമ്മുടെ കർട്ടൻ മാത്രം ഓപ്പൺ ചെയ്യാൻ. ഞാനിത് ഫുള്ള് അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. യെസ്, ഇതിപ്പം ഇത്രയും പോർഷനാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഞാനിത് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിത് ബാക്ക് വരെ പോകുന്ന കാണാം. യെസ്, അപ്പോൾ ഇത്ര ഒരു വൈഡ് ഓപ്പൺ ആയിട്ടുള്ള സൺ റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രൈവർ സൈഡിൻ്റെ പോർഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് LED ആക്കായിരുന്നു എന്നൊരു പേഴ്സണൽ സജഷൻ ഉണ്ട്. ബാക്കി വേറെ ഒന്നുമില്ല, അത് പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊന്നും വേറെ ഡിസൈൻ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്കിവിടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഫീച്ചറാണ്. കാരണം ഇതൊരു ആൻഡ്രോയിഡ് ബേസ്ഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഓഫ് റീസെറ്റ് ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ അതുപോലെ തന്നെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള സ്വിച്ച് ഒക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ സ്വിച്ച് വന്നിരിക്കുന്ന ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് താഴെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വോളിയം കൂട്ടാം, വോളിയം കുറയ്ക്കാം, രണ്ടും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോഴ്സ് അതുപോലെ തന്നെ നമുക്ക് മോഡുകൾ മാറ്റാൻ വേണ്ടി ഇവിടെ താഴെ ഇങ്ങനെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. റോട്ടറി ടൈപ്പ്. ഏതായാലും സംഗതി ഒന്ന് സെറ്റായി വരാൻ നമുക്ക് കുറച്ച് താമസം എടുക്കും. യെസ്, പാട്ട് കേൾക്കാതിരിക്കും. കൊള്ളാം. അപ്പം 2 കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട്. ഏതായാലും ആ ഒരു കാര്യത്തിൽ സംഗതി പക്കയാണ്. ഏതായാലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിങ് വരുന്നുള്ളതുകൊണ്ട് നല്ലൊരു കാര്യം. എനിക്ക് ഈ ഫ്രണ്ടിലത്തെ ബോണറ്റിൻ്റെ ആ ഫുൾ ഏരിയ കാണാൻ സാധിക്കും. ആ സ്കൂപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതൊരു അടിപൊളി ഫീച്ചറായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പീക്കറും വരുന്നുണ്ട്. ഈ സൈഡിലാണ് ട്യൂട്ടേഴ്സ് നമുക്ക് കിട്ടുന്നത്. ആ സൈഡിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റും ടെലിസ്കോപ്പിക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, ഇനി കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഗ്ലോ ബോക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് എൻ്റെ കാല് മുട്ടത്തില്ല, പക്ഷെ നല്ല വലിഞ്ഞായിരിക്കുന്നത്. അത് ഇത്രയും നീട്ടിയായിട്ടിരിക്കുന്നത്. ബാക്കിലോട്ട് ഒട്ടും സ്പേസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഞാൻ ബാക്കിലോട്ടായിട്ടിരിക്കുന്നത്. ഞാൻ ഈ എൻ്റെ ചാരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, കംഫർട്ടബിൾ. ഇപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രൈവർ സൈഡിലോട്ടൊരു ചെരുവിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് വളരെ കറക്റ്റായിട്ട് ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഈ ഒരു സൈഡിലോട്ടൊരു ഫേസിങ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു കിടു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെ എല്ലാം ഈ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ടെക്സ്റ്റേർഡ് മെറ്റീരിയൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് പ്രിൻ്റഡ് ടൈപ്പായിട്ട് വരുന്ന ഒരു ക്രാഷ് പാഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 6 എയർ ബാഗ്സ് ആണ് ഈ ഒരു മോഡലിൽ വരുന്നത്. നമുക്കിവിടെ സീറ്റ് ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ എനിക്ക് ആംറസ്റ്റും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതും കിടു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എയർ ബാഗ് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. അതായത് പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ബാക്കിലത്തെ സീറ്റിലോട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു സീറ്റ് ഞാൻ ഏറ്റവും മാക്സിമം ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് എനിക്ക് ആ കാല് മുട്ടാത്ത രീതിയിൽ ഞാനത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. ഇനി ഈ ഒരു രീതിക്ക് ഇട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലെഗ് റൂം കിട്ടുന്നത് ഇവിടെ ചെറുതായിട്ടും തട്ടുന്നുണ്ട്. തൈ സപ്പോർട്ട് ഒരു ഓക്കെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു സീറ്റ് ഞാൻ കൃത്യമായിട്ടുള്ള എൻ്റെ പൊസിഷനിലൊന്ന് ഇട്ടേച്ചും വരാം. നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ, ഇപ്പം ആ സീറ്റ് മര്യാദയ്ക്ക് എനിക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാനിട്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് കാല് നീട്ടി വെച്ച് കഴിയുമ്പോൾ തൈ സപ്പോർട്ടിന് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടെ നല്ല കംഫർട്ടബിളായിട്ട് തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു രീതിക്കുള്ള പ്രശ്നം നമുക്ക് ഡസ്റ്ററിലുണ്ടാകുന്നില്ല. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന 1 ലിറ്റർ ആണെങ്കിലും നമുക്ക് ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഞാൻ ഏതായാലും ഈ വീഡിയോക്കകത്ത് ഇതിൻ്റെ പ്രൈസുകളെല്ലാം ഇപ്പം ഈ പറയുന്ന പോലെ ഒരു 1.3 ലിറ്ററിൻ്റെ ആണെങ്കിലും 1 ലിറ്ററിൻ്റെ ആണെങ്കിലും പ്രൈസസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഏതായാലും ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂം കൂടെ ഒന്ന് കാണാം. അതുപോലെ തന്നെ പുറകിലത്തെ സീറ്റിലിരിക്കുന്ന സമയത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കിട്ടുന്നത് എല്ലാ സൈഡിലായിട്ട്.
അപ്പം നമുക്ക് ഈ സൈഡിൽ വരുന്നുണ്ട്, സെൻറ്ററിൽ വരുന്നുണ്ട്, ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് കൈയൊക്കെ വെച്ച് 2 കപ്പും വെച്ച് മൊബൈലൊക്കെ വെച്ച് പോകാം. കപ്പ് വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ചെറിയ ഇതേ ഉള്ളൂ, ഓക്കെയാണ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ സെൻറ്റർ ഹെഡ് റെസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ഈ സൈഡിലും കിട്ടുന്നുണ്ട്. ഇനി സെൻറ്ററിൽ ഇരിക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ട്, സീറ്റിംഗ് അടിപൊളിയാണ് കേട്ടോ. താഴത്തെ സീറ്റ് അടിപൊളിയാണ്, ബാക്ക് കുറച്ചൊരു ഹാർഡാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ആംറസ്റ്റ് വരുന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഈ ടണൽ വരുന്നുണ്ടെങ്കിൽ പോലും കാലപ്പുറം ഇപ്പുറം ഇട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. നടുക്ക് കയറ്റി വെച്ചാണെങ്കിൽ, ഇങ്ങനെ കയറ്റി വെച്ചിരിക്കാനാണെങ്കിൽ ഇച്ചിരി പാടാണ്. എന്നാൽ സെൻറ്റർ ടണലിലല്ലാതെ ഈ 2 സൈഡിലോട്ട് ഞാൻ വെച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്കയായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലും 2 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ടച്ച് ലൈറ്റാണ് നമുക്ക് വരുന്നത്. ടച്ച് ആയി കഴിഞ്ഞാൽ ഓഫ് ആവും, ഡോർ ഓപ്പൺ ആയിരിക്കുന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് ഓഫ് ചെയ്യാൻ സാധിക്കും. താഴെ നമുക്ക് 2 സി ടൈപ്പ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പോർഷനിലും മൊബൈലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു പൗച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാക്കിലത്തെ സീറ്റിൽ വരുന്നത്. ഇനി നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം. അതുപോലെ തന്നെ പാർസൽ ട്രേ എനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടുന്നുണ്ട്. ഇവിടെ ബാക്കിലൊരു ചെറിയ ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുള്ളതുകൊണ്ട് ഇവിടുന്ന് അത്യാവശ്യം നല്ല ലൈറ്റും ഒക്കെ വരുന്നുള്ളതുകൊണ്ട് നല്ല സുഖമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ സൺറൂഫ് ഓപ്പൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. വാ, എഞ്ചിൻ റൂം ഒന്ന് കാണാം. ബാക്കിലത്തെ ഡോറുകളിലാണല്ലോ നമുക്ക് ഈ ഫാബ്രിക് മെറ്റീരിയൽ വളരെ കൃത്യമായിട്ട് കാണാം. ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പുമാണ് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഏരിയ നമുക്കിവിടെ ഒരു ബോട്ടിൽ ഹോൾഡേഴ്സും എന്തെങ്കിലുമൊക്കെ വെക്കാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഈ ഒരു എഞ്ചിൻ റൂമിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഈ ഹുഡ് തുറക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്ട്രട്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പൊക്കി വെച്ച് ഫുഡ് സ്റ്റേ വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരുന്നില്ല. ഇതിനകത്ത് പവർ ചെയ്തിരിക്കുന്ന ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, 1, 2, 3 ഇഗ്നൈറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ കിട്ടുന്ന 1 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 100 PS പവറും 166 Nm ടോർക്കുമാണ് ഈ ഒരു കുഞ്ഞൻ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ്. കാരണം കമ്പനി ക്ലെയിം ചെയ്യുന്നത് 19.7 ആണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ മര്യാദയ്ക്ക് ഓടിച്ചാൽ കിട്ടും. ഇങ്ങനെ ഒരു പവറുള്ള സാധനം എടുത്ത് കയ്യിൽ തന്നിട്ട് മര്യാദയ്ക്ക് ഓടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? പാടായിരിക്കും. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ കണ്ട ഒരു ഫീച്ചറും കൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു. ഒരു ഫീച്ചറല്ല, എന്നാലും നിങ്ങൾക്ക് ഈ ഫയർ വാളിൻ്റെ അവിടെ ഇത്രയും പോർഷൻ, അതായത് ഇവിടെ ഒരു അലുമിനിയം പോർഷൻ പോലെ കൊടുത്തിരിക്കുന്ന കാണാം. പണ്ട് ഡസ്റ്റർ ഫയർ വാളിൻ്റെ അവിടെ തീ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽ കത്തിപ്പോയെന്നൊക്കെ ഉള്ളൊരു രീതി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ടെർബോയും കൂടെ ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്കും ഹീറ്റ് നോർമലി അവിടെ ജനറേറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഹീറ്റ് ഇവിടുന്ന് അകത്തോട്ട് പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫയർ വാൾ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ നല്ല ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഏരിയ ഉണ്ട്, കൈയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ സൗകര്യമായിട്ട് തോന്നുന്നുണ്ട്. എൻജിൻ മൗണ്ടിങ്ങും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹൈഡ്രോളിക് മൗണ്ടിങ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഏതായാലും നല്ല വൈബ്രേഷൻ ഡാമ്പിങ് നടക്കുന്നുണ്ട്. കാരണം ഒരു 3 സിലിണ്ടറിൻ്റെ വൈബ്രേഷൻസ് ഒന്നും നമുക്ക് വാഹനത്തിനകത്തിരിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഡ്രൈവ് ചെയ്ത്, ഇപ്പം രാവിലെ കുറേ ഡ്രൈവ് ചെയ്തായിരുന്നു, തിരിച്ചു പോകുമ്പോൾ നമുക്കൊന്നും ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഒരു രീതിക്കുള്ള വൈബ്രേഷൻ അകത്തോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം ഈ ഒരു എൻജിനിൽ ഇപ്പോൾ ഉണ്ടാകുന്നൊരു വൈബ്രേഷൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 3 സിലിണ്ടർ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് വൈബ്രേഷൻസ് ഉണ്ടാവും. പേസിയും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വരുന്നൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് കാണാം. എന്നാൽ ഈ ഒരു വൈബ്രേഷൻസ് ഒട്ടും തന്നെ നമ്മുടെ എൻജിൻ റൂമിൽ നിന്ന് പുറത്തോട്ട്, അതായത് ഈ ഒരു എൻജിൻ റൂമിൽ നിന്ന് പുറത്തോട്ട് നമ്മുടെ ക്യാബിൻസിലോട്ടൊന്നും വരുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം ഈ കാണുന്ന മൗണ്ടിങ്ങുകളാണ്. അതായത് എൻജിൻ മൗണ്ടിങ്സ് നമുക്ക് വരുന്നുണ്ട്. 1 ബാക്കിലും സൈഡിലും ആയിട്ട് 3 മൗണ്ടിങ്സ് ആണ് മെയിൻലി നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വൈബ്രേഷൻ അകത്തോട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തത്. ഇതൊക്കെ പറഞ്ഞാലും ചിലർക്കെങ്കിലും ചെറിയ സംശയം കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 4 സിലിണ്ടർ എൻജിൻ്റെ അത്രയും സ്മൂത്ത് ആണോ അകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
അതിൻ്റെ കറക്റ്റായിട്ടൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ രീതിക്കെങ്കിലും ആ ഒരു വൈബ്രേഷൻ അകത്തോട്ട് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല, ചെറിയ രീതിക്ക് ഒട്ടുമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളിപ്പോൾ കണ്ടായിരുന്നു ആ ഒരു എൻജിൻ വൈബ്രേഷൻ നടത്തുന്ന, അല്ലെങ്കിൽ ആ വൈബ്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ അതിൻ്റെ ഒരു പകുതി മാത്രം നമുക്ക് അകത്ത് ചെറിയ രീതിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കാര്യം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നേരെ 1.3 4 സിലിണ്ടർ വാഹനം തന്നെ എടുക്കുക. അല്ലാതെ പക്ഷേ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് കൂടെ നോക്കുക. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെനോയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക, അവരോട് ടെസ്റ്റ് ഡ്രൈവ് ആവശ്യപ്പെടുക. നിങ്ങൾക്കൊരു ടെസ്റ്റ് ഡ്രൈവ് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും ഈ ഒരു 1 ലിറ്റർ എഞ്ചിനും 1.3 ലിറ്റർ എഞ്ചിനും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഡിഫറൻസ്. ഹൈഡ്രോളിക് സ്ട്രട്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിനി ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും രീതിക്കുള്ള ബുദ്ധിമുട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടുമില്ല. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. ഒത്തിരി സ്മൂത്തായിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചുമ്മാ നിൽക്കും. എന്നാൽ അത്യാവശ്യം ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് ആവുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ഡ്രൈവ് എക്സ്പീരിയൻസും കൂടെ ഞാനിപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കീയുടെ ഫീച്ചറും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമുക്കിവിടെ അൺലോക്ക്, ലോക്ക്, ലൈറ്റ് ഓൺ, ബൂട്ട് ഓപ്പൺ, ഇത്രയും സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഡ്രൈവർ തൊട്ടൊക്കെ ഈ ഒരു മോഡൽ കാണുന്നതാണ്. ഇപ്പോഴും ഈ സെയിം തന്നെയാണ് കൊണ്ടുവരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്കിൽ തന്നെ നമുക്ക് ഗ്ലാസ്സുകളെല്ലാം ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്താണ്. ഇനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് ബട്ടൺ 2 തവണ ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. 1 2 പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ആൻഡ് ഹോൾഡാണ് വരുന്നത്. ഇപ്പം ഈ ഗ്ലാസും മേളത്തെ സൺറൂഫും നമുക്ക് ക്ലോസ് ആകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ പ്രസ് ആൻഡ് ഹോൾഡ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ഹെഡ് ലൈറ്റ്, ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെട്ടയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഓൺ ചെയ്യാൻ സാധിക്കും, വാഹനത്തിൻ്റെ അടുത്തോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണെങ്കിലും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബട്ടൺ സിംഗിൾ പ്രസ് ചെയ്ത് നടക്കില്ല, പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പം നമ്മുടെ ബൂട്ട് ഓപ്പൺ ആകുന്നതാണ്. ഇതും നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വേറെ ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറയാനാണെങ്കിലും നമുക്കിത് കീ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഫീച്ചറാണ്. ഏതായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ നമുക്ക് ഈ ഒരു വാഹനം എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഒരു സാധാരണ വ്യക്തിക്ക് 16 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻ്റ് എടുക്കാൻ സാധിക്കും. ടെക്നോ എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. എവല്യൂഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ അവിടെ കുറവാണ് കിട്ടുന്നത്. ഇപ്പോൾ സൺറൂഫ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ മിസ്സിംഗ് ആയിരിക്കും. ഇതിപ്പം സൺറൂഫ് അല്ല, പനോരമിക് സൺറൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതെല്ലാം കൂടെ കൂടി കിട്ടുന്ന ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കൂടെ ഞാനൊന്ന് പറയാം. ഏതായാലും കുറച്ച് ഫീച്ചേഴ്സ്, അതായത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ജസ്റ്റ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ബേസ് വേരിയൻറ്റ്, അതായത് ഓതൻറ്റിക്കിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 12,70,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ എവല്യൂഷൻ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന സമയത്ത് 14,12,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ടെക്നോ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള വേരിയൻ്റ് 16,25,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതല്ല, 1 ലിറ്റർ എഞ്ചിൻ്റെയാണ്. നമുക്ക് 1.3 ലിറ്ററിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് തന്നെ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എവല്യൂഷനിൽ നമുക്ക് വരുന്നത് 15,68,000 1.3. പിന്നെ ടെക്നോ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 17 ലക്ഷം രൂപയാണ് വരുന്നത്. ഇതെല്ലാം മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇനി ടെക്നോട് തന്നെ ഡ്യുവൽ ടോൺ വേണമെന്നുണ്ടെങ്കിൽ 17,70,000 രൂപയും. ഇനി ടെക്നോ പ്ലസ് മാനുവൽ ട്രാൻസ്മിഷനാണ് വേണ്ടെങ്കിൽ 18 ലക്ഷം രൂപയാണ്, 18,71,000 വരുന്നത്. അതുപോലെ തന്നെ ഐക്കണിക്കിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ 20,77,000 രൂപയാണ് വരുന്നത്. ഇനി അതിൻ്റെ തന്നെ ഡ്യുവൽ ടോൺ വേണമെന്നുണ്ടെങ്കിൽ 21,01,000 രൂപ വരുന്നുണ്ട്. എവല്യൂഷൻ്റെ DCT വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 17 ലക്ഷമാണ്. ടെക്നോ DCT ആണെന്നുണ്ടെങ്കിൽ 19,40,000. ടെക്നോ DCT ഡ്യുവൽ ടോൺ ആണെങ്കിൽ 19,68,000. ടെക്നോ പ്ലസ് DCT ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന 20,41,000. ടെക്നോ പ്ലസ് DCT ഡ്യുവൽ ടോൺ ആണെങ്കിൽ 22 ലക്ഷവും. അതുപോലെ തന്നെ ഐക്കോണിക്കിൻ്റെ DCT ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 22,58,000.
ഐക്കോണിക് ലോഞ്ച് എഡിഷൻ ഡ്യുവൽ ടോൺ വേണമെന്നുണ്ടെങ്കിൽ 21 ലക്ഷവും, ഐക്കോണിക് ലോഞ്ച് എഡിഷൻ DCT ഡ്യുവൽ ടോൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 22,82,000 രൂപ. ഏതായാലും അത്രയും ഒരു ഹൈപ്പ് വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ടെക്നോ വേരിയൻറ്റ് 16,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന മോഡലിലും എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ മതി എന്നുണ്ടെങ്കിൽ, അതായത് സൺറൂഫോ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവല്യൂഷൻ എടുക്കാൻ സാധിക്കും. 14,12,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിൽ ആ വാഹനം കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവും കൂടെ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിനി ഡ്രൈവ് ഒന്ന് നോക്കാം. ഏതായാലും 1 ലിറ്ററിൻ്റെ ഡ്രൈവ് ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് RPM ഒന്ന് കയറി കഴിയുമ്പോഴത്തേക്കും, അതായത് ഒരു 2000 RPM കയറി കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ആ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീല് നല്ല രീതിക്ക് കിട്ടും. പക്ഷേ എനിക്കൊരു റവിൻ്റെ ഒരു ചെറിയ സൗണ്ട് അകത്തോട്ട് കയറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു 3000 ഒക്കെ RPM കയറുന്ന സമയത്ത് ഈ RPMത്തിൻ്റെ, അതായത് നമ്മൾ കൊടുക്കുന്ന എഞ്ചിൻ റേസ് ആകുന്ന നമുക്ക് അകത്ത് ചെറിയ രീതിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറവാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 6 സ്പീഡ് ട്രാൻസ്മിഷൻ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നല്ല റോഡുകളിൽ, അതായത് ഹൈവേസ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. മര്യാദയ്ക്ക് ഓടിച്ചാൽ, ഇനി മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ മൈലേജ് താഴാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ചെറിയ രീതിക്കുള്ളൊരു ടെർബോ ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു 2000 RPM കഴിഞ്ഞ് ടെർബോ പിടിച്ചു കഴിയുമ്പോൾ വളരെ സ്മൂത്തായിട്ട് അത് വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. സ്മൂത്തല്ല, അഗ്രസീവായിട്ട് തന്നെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സ്ഥിരം കയറ്റം ഒന്ന് കയറി നോക്കാം. ഹിൽ ഹോൾഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പം ഞാൻ ബ്രേക്ക് ചെയ്തു. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1, 2, ഒന്നുകൂടെ ബ്രേക്ക് ചെയ്തു. 1, 2, 3 സെക്കൻഡ് നമുക്ക് നോർമൽ കിട്ടുന്ന പോലെ. പിന്നെ ഒരു കയറ്റം കയറുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഗിയർ ഇടുക, എന്നിട്ട് കുറച്ചൊന്ന് ക്ലച്ച് ആക്സിലറേറ്റ് ചെയ്ത് വേണം എടുക്കാൻ. കാരണം ഒരു 1 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട്. ഞാനിപ്പോൾ സെക്കൻഡിലാണ് കയറ്റിയിട്ടിരുന്നത്, അതുകൊണ്ട് വാഹനം ഒന്ന് ഓഫാകുന്ന ഫീല് വന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചറും കിട്ടുന്നുണ്ട്. യെസ്, അപ്പം നമ്മൾ മിക്ക വാഹനങ്ങളും സ്ഥിരം ഡ്രൈവ് ചെയ്യുന്നൊരു റോഡ് ഇതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചെറിയ വഴി കൂടെയും പല വാഹനങ്ങളും ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വഴി തന്നെ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം. പ്രത്യേകിച്ച് നമുക്ക് സസ്പെൻഷൻ്റെ കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന 212 mm ആണ്. അതിൽ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അത്യാവശ്യം നമ്മുടെ കേരളത്തിലെ ഗട്ടേഴ്സിൽ കൂടെയൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും, അടിയൊന്നും തട്ടാതെ തന്നെ. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. 200 mm മേളിലോട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആശ്വാസമാണ്. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോണ് ഇടും. കൊടുക്കുന്ന പൈസയ്ക്ക് ഒന്നാമത്തെ കാര്യം മുതൽ എന്ന് പറയുന്നൊരു കാര്യമാണ് ഈ ഹോൺ എന്ന് പറയുന്നത്. കാരണം പല വാഹനങ്ങളും നമ്മൾ ഒരുപാട് പൈസ കൊടുത്തെടുത്തിട്ട് ഈ ഹോണിൻ്റെ സൗണ്ട് ഒരു കൊള്ളത്തില്ലാത്തൊരു ഫീല് കിട്ടും. എന്നാൽ അതേ സ്ഥാനത്ത് ഇവിടെ നമുക്കതൊരു ഗുമ്മൻ ഫീല് തന്നെയാണ് കിട്ടുന്നത്. സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഓക്കെ ഫീല് തന്നെയാണ്. അധികം സ്റ്റിഫർ അല്ല, എന്നാൽ ഒത്തിരി സോഫ്റ്റും ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഓക്കെ ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഉറപ്പായിട്ടും ഈ റിവ്യൂസ് കണ്ടൊരു വാഹനം സെലക്ട് ചെയ്യുന്നതിന് കഴിഞ്ഞും നിങ്ങൾക്ക് റിവ്യൂസ് കണ്ട ആ വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. ഇപ്പം റെനോ ഡസ്റ്റർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ 1.3 ലിറ്ററും 1 ലിറ്ററും ഡ്രൈവ് ചെയ്ത് നോക്കിയിരിക്കണം. ഞാനതുകൊണ്ട് ഇവരുടെ കോൺടാക്ട് നമ്പറും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബഡ്ജറ്റും കൂടെ വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ നമുക്ക് ഏകദേശം ഒരു രൂപ അടുപ്പിച്ച്, അത് 1 lakh rupees കുറവ് നമുക്ക് ഈ 1 ലിറ്റർ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ട്. പല വേരിയൻസിൻ്റെ ഇതിൻ്റെ പ്രൈസ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് ഡ്രൈവ് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനം എടുക്കാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും.
പിന്നെ സിറ്റി ഡ്രൈവ്സിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, കാരണം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 1.3 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതാണ്. പക്ഷേ എടുത്തു കഴിഞ്ഞ് മര്യാദ ഇല്ലാത്ത രീതിയിൽ ഓടിച്ച് കഴിഞ്ഞിട്ട് ഫ്യൂൽ എഫിഷ്യൻസി ഇല്ലെന്ന് പരാതി പറയരുത്. മര്യാദയ്ക്ക് ഓടിച്ചാൽ മാത്രമേ ഈ പറയുന്നൊരു ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇക്കോ മോഡ് എന്ന് പറയുന്നൊരു മോഡും കൂടെ ഉണ്ട്. ആ മോഡിലിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതാണ്. ഏതായാലും അത്യാവശ്യം ഒരു നല്ലൊരു വഴി കിട്ടുകയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഒരു 4th ഗിയർ ആക്കി. അത് കഴിഞ്ഞിപ്പം സ്പീഡ് ഏകദേശം 43 ആണ്. 5th കുഴപ്പമില്ല, എൻജിൻ ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഡൗൺ ചെയ്യാൻ കാണിക്കുന്നില്ല. ഞാനിപ്പം 52 5th ഗിയർ ആണ് പോകുന്നത്. 6th കൂടെ ഒന്ന് ഇടാനാണ് നോക്കുന്നത്, പക്ഷേ ഫ്രണ്ടിലത്തെ വാഹനം സമ്മതിക്കത്തില്ല. യെസ്, 3rd ഗിയറിൽ 85. അത് വലിച്ചു കയറി പോകുന്ന സമയത്ത് ആ ടർബോയുടെ ആ ഒരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു വിസിലിംഗ് സൗണ്ട്. നല്ല രസമുണ്ട് അത് കേൾക്കാൻ. ഓക്കെ, അങ്ങനെ 5th 6th അങ്ങനെ 6th ഗിയർ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇക്കോ മോഡിലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഓവർ 80 ആണെന്നുള്ളതിൻ്റെ സിഗ്നൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. സസ്പെൻഷൻ സൈഡ് സ്റ്റിഫറും അല്ല, ഒത്തിരി സോഫ്റ്റും അല്ല എന്നുള്ള രീതി കൃത്യമായിട്ട് അത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പം നമ്മളൊരു ഇറക്കം ഒന്ന് ചാടി ഇറങ്ങി, എന്നാലും ആ ഒരു ഫീല് നമുക്ക് വലിയ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റിയും കൂടെ നോക്കാം. ഒരു ഓക്കെ ക്ലാരിറ്റിയെ പറയാൻ പറ്റത്തുള്ളൂ, വലിയൊരു സംഭവം പറയാനില്ല, എന്നാലും ഒരു ഓക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഫ്രണ്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്യാമറയുടെ ആംഗിൾ മൂവ് ചെയ്യുന്ന കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഗൈഡ് ലൈൻസ് മാത്രമാണ് മൂവ് ചെയ്യുന്ന കാണുന്നത്, പക്ഷേ ക്യാമറയുടെ ആംഗിളും ഞാൻ സ്റ്റിയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കവിടെ മാറ്റം വരുന്ന കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഏതായാലും നല്ലൊരു ഫീച്ചറാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം നമ്മൾ സ്ലോ ചെയ്തൊരു 20 കിലോമീറ്റർ സ്പീഡൊക്കെ ആകുകയാണെങ്കിൽ നമ്മൾ 3rd ഗിയറിൽ തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല. ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. അതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പം നോക്കിയത്. ഇപ്പം 4th ഗിയറിലൊക്കെ ആണെങ്കിൽ തന്നെ എൻജിൻ നോക്കിങ്ങോ അല്ലെങ്കിൽ ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് ഇപ്പോൾ 4th ഗിയറിലാണ് ഞാൻ പോകുന്നത്. 44 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഗിയർ റേഷ്യോസിൽ ഒരുപാട് രീതിക്കുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മൾ ആ 5 സ്പീഡ് ഓടിക്കുന്നതും ഈ ഒരു 6 സ്പീഡ് ഓടിക്കുന്നതിൻ്റെ നല്ല രീതിക്കുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആ കൈകറിൻ്റെ ഗിയർ ബോക്സ് വെച്ചാണ് ഒന്ന് കമ്പയർ ചെയ്ത് ഇപ്പം നിങ്ങളോടൊന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്കുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മളിത് ഇറങ്ങുന്ന നല്ലൊരു മോശപ്പെട്ട വഴിയാണ്. നമ്മൾ സ്ഥിരം ഇതിലേ പോകുന്നതാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ വാഹനം ഇറക്കുമ്പോൾ ചവിട്ടിയാണ് ഇറക്കുന്നത്. എന്നാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമുക്കൊന്നും ടെൻഷൻ ആകാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ ഏതിലേ വെള്ളം ചാടിച്ചോട്ട് പോകാൻ സാധിക്കും. പിന്നെ നിങ്ങളൊരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു ഓഫ് റോഡൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ലിറ്റർ പറ്റത്തില്ലെന്ന് ഉറപ്പിച്ച് പറയാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് 1.3 ലിറ്റർ 4 സിലിണ്ടർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലോ കാര്യത്തിലോ ഒന്നും മാറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചുമ്മാ ചാടിച്ചിങ്ങനെ പോകാൻ സാധിക്കും. അവിടെ ഒരു തിട്ട വരുന്നുണ്ട്. ആ തിട്ട നമുക്ക് കയറുമ്പോൾ കറക്റ്റ് അറിയാം. ഇതൊക്കെ സാധാരണ രീതിക്ക് ചവിട്ടിയെടുത്തില്ലെങ്കിൽ പണി പാളുന്നതാണ്. പക്ഷേ ഇവിടെ യെസ്, അടിപൊളി. അപ്പോൾ ഏതായാലും ഓവറോൾ ഈ വാഹനത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കിടുവാണ്. ഒരു 1 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു 3 സിലിണ്ടറിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡ്രൈവിൽ നമുക്ക് ഒരു രീതിക്കും ഫീൽ ചെയ്യത്തില്ല. നല്ല കുത്തനെയുള്ളൊരു കയറ്റമൊക്കെ കയറുമ്പോൾ മാത്രം ഒന്ന് ഫസ്റ്റ് ഗിയറിൽ ഇട്ടോണം, സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ നോക്കല്ല്. ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം പക്ക തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.